പ്രിയ കൂട്ടുകാരെ നമസ്കാരം. പുതുപ്പള്ളി ടുഡേ ന്യൂസിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മുടെ പുതുപ്പള്ളി ലഹരിയുടെ പ്രശ്നങ്ങളെല്ലാം മാറി കേട്ടോ. അതിന്റെ കാരണം എന്താണെന്നറിയോ? ഇന്നലെ SKN40 എന്നും പറഞ്ഞൊരു പ്രോഗ്രാം പുതുപ്പള്ളി ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ നടന്നത് നിങ്ങൾ കണ്ടു കാണും. അപ്പൊ ഞാൻ അതിന്റെ വീഡിയോ എടുക്കാൻ വേണ്ടി ഞാൻ പോവുകയും ചെയ്തു. അവിടെയുണ്ട് ലഹരിക്കെതിരായിട്ടൊരു വലിയ ശ്രീകണ്ഠൻ നായരുടെ ഒരു പരിപാടി എന്ന് കണ്ടപ്പോഴത്തേന് ഞാൻ ഓർത്തത് ഒരുപാട് നമുക്ക് ഗുണമുള്ള കാര്യമാണല്ലോ. നമ്മൾ ഇതിനു വേണ്ടിയൊക്കെ ഇതിന്റെ പുറകെയൊക്കെ നടക്കുന്നുണ്ടല്ലോ. അപ്പൊ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഇതിന്റെ അകത്തുനിന്ന് പഠിക്കാൻ പറ്റും. കാരണം 24നെ സംബന്ധിച്ച് ഒരു വലിയ ന്യൂസ് ചാനലാണ്. അപ്പൊ നമ്മളൊക്കെ ഒന്നുമല്ല, അതിന്റെ ഒരിക്കലൊക്കെ നമ്മുടെ ചാനലൊന്നും ഒന്നുമല്ല. പക്ഷെ എങ്കിലും നമുക്ക് ഒരുപാട് അറിവ് കിട്ടുമല്ലോ എന്ന് വെച്ചാണ് ഞാൻ ഓടി ഗ്രൗണ്ടിൽ ചെന്നത്. ഗ്രൗണ്ടിൽ ചെന്ന് അതിന്റെ വീഡിയോ എല്ലാം ഞാൻ നിങ്ങൾ കണ്ടു കാണും. വീഡിയോ നല്ലപോലെ ഇഷ്ടംപോലെ ആൾക്കാർ കാണുന്നുമുണ്ട്. അപ്പൊ നമ്മുടെ ബഹുമാനപ്പെട്ട പുതുപ്പള്ളി MLA ഉണ്ട്, പുതുപ്പള്ളിയിലെ പഞ്ചായത്ത് പ്രസിഡന്റ് ഉണ്ട്, മെമ്പർമാരുണ്ട്, അതുപോലെ IHRDയിലെ കുട്ടികളുണ്ട്, ആശാ വർക്കർമാരുണ്ട്, കുടുംബശ്രീക്കാരുണ്ട്, ഹരിതകർമ്മസേന അടക്കം എല്ലാവരും അവിടെയുണ്ട്. അപ്പൊ ഞാൻ ആ വീഡിയോ മുഴുവൻ എടുത്തു തീർന്നിട്ടും എനിക്ക് അതിന്റെ അകത്ത് ഒരു കാര്യം മനസ്സിലായില്ല. ശ്രീകണ്ഠൻ നായർ എന്തിനാണ് പുതുപ്പള്ളി വന്നെന്ന് എനിക്ക് ഒരു പിടുത്തവും കിട്ടിയില്ല. കാരണം ലഹരിക്കെതിരായിട്ടാണെന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഒരു കാര്യം പോലും അവിടെ സംസാരിക്കും. ഇഷ്ടംപോലെ IHRDയിലെ നല്ല മിടുക്കരായിട്ടുള്ള പിള്ളേർ എവിടെയുണ്ട്. അവിടെ നമ്മുടെ കേരളത്തിലെ ഏറ്റവും മികച്ച അധ്യാപകൻ അവാർഡ് മേടിച്ച ഋഷിരാജ് സാർ അടക്കം എല്ലാവരും അവിടെയുണ്ട്. ഒരാളോട് പോലും ഈ ലഹരിയുടെ കാര്യങ്ങൾ എന്താന്ന് പോലും അദ്ദേഹം ചോദിച്ചില്ല. അപ്പൊ ആദ്യം നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാം. ഞാൻ പറഞ്ഞതിന്റെ അകത്ത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ നിങ്ങൾ ക്ഷമിക്കുക. കാരണം ഞാനിത് കണ്ടുകൊണ്ടാണ് ഇതിന്റെ അകത്ത് ശ്രീകണ്ഠൻ നായർ പുതുപ്പള്ളി വന്ന് അദ്ദേഹം അവിടെ ഒരു ഷോ നടത്തി. അവിടെ എന്തിനാണെന്നറിയത്തില്ല, ലഹരിക്കെതിരായിട്ട് പുതുപ്പള്ളി വന്ന് അവിടെ കുറച്ച് ആൾക്കാരൊക്കെ ആയിട്ട് സംസാരിച്ചു. അവിടെ വെച്ച് അദ്ദേഹത്തിന്റെ ശ്രീകണ്ഠൻ നായർ ഷോ എന്ന് മാത്രമേ ഞാൻ പറയുന്നുള്ളൂ, അല്ലാതെ ലഹരി ഷോ എന്ന് ഞാൻ പറയുന്നില്ല. ലഹരിക്കെതിരായിട്ടൊരു പ്രോഗ്രാം എന്ന് ഞാൻ പറയുന്നില്ല. കാരണം അതിന്റെ അകത്ത് ലഹരിയായിട്ട് ബന്ധപ്പെട്ട് ഒരു കാര്യങ്ങളും അദ്ദേഹം സംസാരിക്കുന്നില്ല. അദ്ദേഹത്തിന്റെ ഒരു ഷോ പോലെ നടക്കുകയാണ്. പിന്നെ അതിന്റെ അകത്ത് അവിടെ നമ്മുടെ പുതുപ്പള്ളിയിൽ കഴിഞ്ഞ ദിവസം ഒരു കുട്ടി അതിന്റെ പിതാവിനെ രക്ഷിച്ച്, അതൊക്കെ നല്ല കാര്യമാണ്. അത് അദ്ദേഹം ഒരു പ്രസന്റ് ചെയ്തു. അങ്ങനെ കുറെ ആൾക്കാരെയൊക്കെ പുള്ളി അവിടെ പ്രസന്റ് ചെയ്തല്ലാതെ ലഹരിയായിട്ട് ബന്ധപ്പെട്ട് അതിനുവേണ്ടിയാണ് പുതുപ്പള്ളി വന്നതും ഈ ഒരു വലിയ പ്രോഗ്രാം ഇതുപോലൊരു ഷോ കാണിച്ചിട്ട് പോയതും. പക്ഷെ എനിക്ക് തോന്നുന്നത്, അതുകൊണ്ട് നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായം കൂടെ ഒന്ന് പറയുക. അതുപോലെ പുതുപ്പള്ളിയിലെ MLA അവിടെ ക്രിക്കറ്റ് കളിക്കുന്നുണ്ടായിരുന്നു. അദ്ദേഹവും ലഹരിയുടെ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. അദ്ദേഹത്തിന്റെ വഴിയിലൂടെ ക്രിക്കറ്റ് കളിയായിട്ട് അദ്ദേഹം നടക്കുന്നുണ്ടായിരുന്നു. അപ്പൊ ആ കാര്യങ്ങളൊക്കെ കണ്ട, അല്ലാതെ ലഹരിയായിട്ട് ബന്ധപ്പെട്ട് ഈ ഒരു ഷോയ് കൊണ്ട് യാതൊരു പ്രയോജനവും പുതുപ്പള്ളിക്കുണ്ടായില്ലെന്നുള്ളത് പുതുപ്പള്ളിക്കാരെ ശരിക്കും പറഞ്ഞ ഒരു വിഡ്ഢികളാക്കിക്കൊണ്ടുള്ള ഒരു പ്രോഗ്രാമായിട്ടാണ് എനിക്ക് തോന്നുന്നത്. നിങ്ങളൊന്ന് കാണുക. സ്പോർട്സിനെ ഒരു വലിയ തീമായിട്ട് ഞാൻ MLA ആയതിനു ശേഷം എല്ലാ കളികളും ഓപ്പൺ ചെയ്താൽ തന്നെ കുറെ പ്രശ്നങ്ങൾ മാറും. ഞാൻ MLA ആയതിനു ശേഷം എടുത്തൊരു തീരുമാനം പുതുപ്പള്ളി സ്പോർട്സിന്റെ സെന്റർ ആക്കണമെന്നാണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷൻ നേതൃത്വത്തിൽ തന്നെ ഇപ്പൊ തന്നെ 2 സ്ഥലത്ത് പണി നടക്കുക. ഒരു സ്ഥലം പൂർത്തിയായി കഴിഞ്ഞു. അവിടെ സ്കൂൾ കുട്ടികൾ ഫ്രീ ആണ്. അവിടെയാണ് ഞാൻ ആദ്യം കളി പറഞ്ഞത്. അപ്പൊ നിങ്ങൾ പറഞ്ഞു ഇവിടെ മതി എന്ന് പറഞ്ഞുകൊണ്ടാണ് നമുക്ക്, കാരണം പള്ളി വരണം, അദ്ദേഹത്തിന്റെ കല്ലറയിൽ ഒന്ന് വരണം എന്നുള്ള നിർബന്ധം നമ്മൾ ആ കല്ലറ തുടങ്ങിയത്. അതെ അതെ, എനിക്ക് ഞാനും ദിവസവും ഇവിടെ നിന്നാ തുടങ്ങാറുള്ളത്. താങ്കൾക്ക് അപ്പച്ചനെ വിട്ട് കളിക്കാൻ പറ്റൂ, അതല്ലേ പ്രശ്നം. അപ്പൊ വേറൊരു കാര്യം, നമുക്ക് ഈ നമ്മൾ ചെല്ലുന്നിടത്തെല്ലാം ഈ അപ്പ എന്നാണ് വിളിക്കുന്നത്, നമ്മൾ അപ്പച്ചൻ എന്ന് പറയുള്ളൂ. ഈ കായികമായിട്ടുള്ള കാര്യങ്ങളിൽ പിള്ളേർക്ക് കുറച്ചുകൂടെ സമയം ചെലവഴിക്കാൻ പറ്റുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ഇപ്പൊ ഒരുപാട് സമയമുണ്ട് കുട്ടികൾ. ഞങ്ങളിപ്പോ ഒരു കാര്യം കൂടെ ഇവിടെ ചെയ്തിരിക്കുന്ന വെച്ചാൽ കോട്ടയത്ത് 5 സെന്റേഴ്സ് തുടങ്ങുകയാണ്. ഉമ്മൻചാണ്ടി ഫൗണ്ടേഷനും ഡോൺ ബോസ്കോയും ചേർന്ന് പുതുപ്പള്ളി അടക്കം മീനടം, കൂരോപ്പട, അതേപോലെ അയർക്കുന്നം, കുറിച്ചി 5 സ്ഥലങ്ങളിൽ സ്കൂൾ കുട്ടികൾക്ക്, ആൺകുട്ടികൾക്കും പെൺകുട്ടികൾക്കും ഫ്രീ ആയിട്ട് ഫുട്ബോൾ ട്രെയിനിങ് തുടങ്ങുകയാണ്. വർഷത്തിൽ ഒരു ടൂർണമെന്റ് വെക്കാൻ പോവുകയാണ്. അങ്ങനെ കുട്ടികളെ മാക്സിമം സ്പോർട്സിൽ എൻഗേജ്ഡ് ആക്കുക എന്നുള്ളത്. അപ്പൊ അവർക്ക് എക്യുപ്മെന്റ്സ്, അവർക്കുള്ള എല്ലാ പ്രൊഫഷണൽ ട്രെയിനിങ് ആണ്. അത് ബ്രെഡ്സ് എന്ന് പറഞ്ഞ ഡോൺ ബോസ്കോയുടെ തന്നെ ഒരു സ്ഥാപനം സപ്പോർട്ട് ചെയ്തിട്ടാണ് 3 വർഷത്തേക്ക് ഇവിടെ തുടങ്ങുന്നത്. അപ്പൊ നിങ്ങൾ കണ്ടല്ലോ, ഞാൻ പറഞ്ഞതിനകത്ത് ഈ ന്യൂസ് ഇത്രയും അവർ സംസാരിച്ച പുതുപ്പള്ളി വന്ന മുഴുവൻ കാര്യങ്ങളും ഇതിന്റെ അകത്തുണ്ട്. ഇതിന്റെ അകത്ത് എന്തെങ്കിലും ലഹരിയായിട്ട് ബന്ധപ്പെട്ട കാര്യം അദ്ദേഹം പറഞ്ഞായിട്ട് നിങ്ങൾ കേട്ടോ? ഇല്ലല്ലോ. ഇതാണ് ഒരു കേരളത്തിലെ പ്രമുഖ മാധ്യമമായ 24 ന്യൂസ് കാണിച്ചത്. അപ്പൊ നമ്മൾ ഈ പ്രഹസനങ്ങൾ കൊണ്ടോ അതുപോലെ കുറെ മീറ്റിങ്ങുകൾ നടത്തിയിട്ടോ കവല തോറും പ്രസംഗിച്ചിട്ടോ ഇതുപോലെ ഒരു ഷോ കാണിച്ചു പോയിട്ടുണ്ടെന്ന് ലഹരി നിൽക്കത്തില്ല. ലഹരി നിൽക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉറവിടം തേടിപ്പിടിച്ച് അതില്ലാക്കണം. ഈ നമ്മുടെ കുറച്ചുനാൾ മുമ്പ് മോഹൻലാലിന്റെ ഒരു സിനിമയില് ഈ പുലിമുരുകൻ എന്ന് പറഞ്ഞ സിനിമ നിങ്ങളെല്ലാം കണ്ടു കാണും. അതിന്റെ അകത്ത് നമ്മുടെ ഒരു പ്രസിദ്ധമായ ഒരു ഡയലോഗ് ഉണ്ട്. പുലിയെ കൊല്ലണമെന്നുണ്ടെങ്കിൽ അതിന്റെ മടയിൽ ചെല്ലുന്ന കൊല്ലണമെന്ന് പറയാറ്.
എന്ന് പറഞ്ഞ പോലെ ലഹരിയെ നശിപ്പിക്കണമെന്നുണ്ടെങ്കിൽ അതിന്റെ ഉറവിടം കണ്ടെത്തി നശിപ്പിക്കണം. അല്ലാതെ കുറച്ച് കുട്ടികളെ അണിനിരത്തി അല്ലെങ്കിൽ കുറെ സ്പോർട്സ് കാണിച്ചുകൊണ്ടോ അതുപോലെ കുറച്ച് മീറ്റിംഗ് നടത്തില്ല അതുപോലെ ഇതുപോലെ 24 ന്യൂസ് ഇങ്ങനെ ശ്രീകണ്ഠനായ ഷോ നടത്തിക്കൊണ്ടോ ഒന്നും ലഹരി നിൽക്കത്തില്ല. അതിന്റെ ഉറവിടം തന്നെ നശിപ്പിക്കണം. അതിന് പറ്റുന്ന ആരെങ്കിലും ഇതുപോലെ ഒരു ഷോയുമായിട്ട് ഇറങ്ങാനുണ്ടെങ്കിൽ അവരുടെ കൂടെ പുതുപ്പള്ളി ടുഡേ ന്യൂസ് ഉണ്ടാവും.